ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ നോമ്പിൻ്റെ നാളുകൾ അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും നാളുകളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുകയും ചെയ്യുന്നു. ക്രുക്സ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ക്രോസ് എന്ന ആംഗലേയ പദം രൂപപ്പെട്ടത്. കുരിശ് 3 തരത്തിലാണ് കാണാൻ കഴിയുന്നത്. ഒന്ന് ലത്തീൻ കുരിശാണ്. ലത്തീൻ കുരിശിന്റെ മാതൃക അധിക ചിഹ്നത്തിന്റെ മാതൃകയാണ്. രണ്ടാമത്തെ കുരിശ് എന്ന് പറയുന്നത് അന്ത്രയോസിന്റെ കുരിശ്. അന്ത്രയോസിന്റെ കുരിശിന്റെ മാതൃക ഇൻഡു അടയാളത്തിന്റെ മാതൃകയാണ്. മൂന്നാമത്തെ കുരിശ് ഗ്രേക്ക് കുരിശ് എന്നാണ് പറയപ്പെടുന്നത്. ഗ്രേക്ക് കുരിശ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടി എന്ന അക്ഷര മാതൃകയിലാണ് മൂന്നാമത്തെ കുരിശ്. എന്നാൽ യേശുവിനെ ക്രൂശിക്കുന്നത് ലത്തീൻ കുരിശിലാണ്. കാലിത്തൊഴുത്തിൽ ഉദിച്ച ഉദയസൂര്യൻ കാൽവരിയിൽ അസ്തമിക്കുമ്പോൾ ക്രൂശിലൂടെ ഈ ലോകത്തിന് ലഭിച്ച 7ാമത്തെ സന്ദേശമാണ്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. വാസ്തവത്തിൽ ഈ ഒരു പ്രാർത്ഥന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായ ഒരു വാചകമോ പ്രാർത്ഥനയോ അല്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ ഒരു പ്രാർത്ഥനയാണ്. കാരണം യഹൂദ സ്ത്രീകൾ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥന വാചകമാണ്, എൻ്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഇതൊരു സങ്കീർത്തന വാചകമാണ്. ഇതൊരു സങ്കീർത്തന വാക്യമാണ്. 31-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഈ പ്രാർത്ഥന അവിടെ കാണാൻ കഴിയും. യേശു കർത്താവിൻ്റെ അവസാനത്തെ മൊഴി 4 സുവിശേഷകന്മാരും കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷകനും മർക്കോസ് സുവിശേഷകനും ഒന്നുപോലെ പറഞ്ഞിട്ടുണ്ട്, യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു എന്നാണ്. എന്നാൽ ലൂക്കോസ് സുവിശേഷകൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സങ്കീർത്തന വാക്യം പറഞ്ഞ് യേശു മരണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷൻ യേശുവിൻ്റെ 7ാമത്തെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ സുവിശേഷ വേദഭാഗത്തിലെ ഒരു സംഭവം നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് തലചായ്പാൻ സ്ഥലമില്ല എന്ന് ശാസ്ത്രിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ കർത്താവ് തലചായ്പാൻ ഒടുവിൽ ഇടം കണ്ടെത്തിയത് ക്രൂശിലാണ്. ക്രിസ്തു ക്രൂശിൽ തലചായ്ക്കുമ്പോൾ
പ്രകൃതിക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായിരുന്നു എന്നാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും 6 മണി നേരം മുതൽ 9 മണി വരെ ഇരുട്ടാണല്ലോ എന്ന്. അങ്ങനെയല്ല. 6 മണി നേരം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി സമയമാണ്. 9 മണി നേരം എന്ന് പറയുന്നത് വൈകുന്നേരം 3 മണി സമയമാണ്. സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയം. ഈ സമയമാണ് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണം സൂര്യൻ പോലും കണ്ണടച്ചു എന്നാണ്. ഈ സമയമാണ് ക്രിസ്തു ഈ ലോകത്തോട് പറഞ്ഞത്, എൻ്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ക്രിസ്തു തന്റെ ആത്മാവിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ക്രൂശിലൂടെ സാധ്യമായി തീർന്നത് 5 കാരണങ്ങളാണ്, 5 ചിന്തകളാണ്, 5 സന്ദേശങ്ങളാണ്. 1, 7-ാമത്തെ മൊഴി നമുക്ക് നൽകുന്ന സന്ദേശം 1 തിന്മയോടുള്ള വെല്ലുവിളിയായിരുന്നു. 1 തിന്മയോടുള്ള വെല്ലുവിളിയായിരുന്നു യേശുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. നോക്കൂ, നിസ്സഹായനായ യേശുവിനെ ക്രൂശിൽ തറച്ചു കൊല്ലുന്ന ദയനീയതയുടെ ചിത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിന് വേണമെങ്കിൽ 12 ലഗ്യോനിലധികം ദൂതന്മാരെ അണിനിരത്തി പോരാടുവാൻ കഴിയുമായിരുന്നു. ഈ കാൽവരിയിൽ യേശു തന്റെ ജീവനെ അർപ്പിക്കുന്നത് അത് തിന്മയോടുള്ള വെല്ലുവിളിയായിരുന്നു. അതാണ് ഒന്നാമത് ഈ 7-ാമത്തെ മൊഴിയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സന്ദേശം. രണ്ടാമത് നമുക്ക് എന്താണ് ലഭ്യമാകുന്ന സന്ദേശം എന്ന് ചോദിച്ചാൽ, വിമോചനത്തിന്റെ കവാടം തുറക്കപ്പെട്ടതായിരുന്നു ക്രിസ്തുവിന്റെ മരണം. വിമോചനത്തിന്റെ കവാടം തുറക്കപ്പെട്ടതായിരുന്നു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത്. ക്രൂശിൽ കിടന്ന് പിടയുന്ന ക്രിസ്തുദേവന്റെ നെഞ്ച് പുളർന്നൊഴുകുന്ന ചോരയുടെ മണം ആസ്വദിക്കാൻ കുരിശിന്റെ ചുവട്ടിലേക്ക് കൂടി വന്ന പുരുഷാരം ഒടുവിൽ പശ്ചാത്താപത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കാൽവരിയുടെ പടിയിറങ്ങുമ്പോൾ, ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ, വിമോചനത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ കാത്തുകിടന്ന സമൂഹത്തിന്റെ മുന്നിൽ കർത്താവ് കാൽവരിയിൽ തുറന്നു വെച്ചത് ഒരു കവാടമായിരുന്നു. അത് മറ്റൊന്നുമല്ല, വിമോചനത്തിന്റെ കവാടമായിരുന്നു. മൂന്നാമത്, ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് സാധ്യമായത്, സാധ്യതകളുടെ ഒരു നവലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. സാധ്യതകളുടെ ഒരു നവലോകം സൃഷ്ടിക്കപ്പെട്ടു. ക്രൂശിൽ ക്രിസ്തു മരിച്ചതോടെ സകലതും അവസാനിച്ചു എന്ന് കരുതിയ സമൂഹത്തിന്റെ മുമ്പിൽ സാധ്യതകളുടെ ഒരു വലിയ വലയം തീർക്കാൻ ക്രിസ്തുവിന് സാധിച്ചു. അതാണ് ശരിക്കും സഭ എന്ന് പറയുന്നത്. ക്രൂശിൽ അവസാനം തന്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സാധ്യമാകുന്നത് ഒരു സാധ്യതയുടെ പുതിയ ചരിത്രമാണ് ആരംഭിക്കുന്നത്. ആ ചരിത്രത്തിന്റെ താളുകളിലാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ആ സഭയാണ് നമുക്ക് ഒരു നവലോകമായി ക്രിസ്തു ഈ ലോകത്തിൽ സാധ്യമാക്കിയത്. അവിടെയാണ് അനന്തമാകുന്ന സാധ്യതകളുടെ നവലോകം ക്രിസ്തു നമുക്കായി സൃഷ്ടിക്കപ്പെട്ടത്, തുറക്കപ്പെട്ടത് എന്നതാണ് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. 4, ഒടുവിലത്തെ മൊഴി നമുക്ക് നൽകുന്ന സന്ദേശം,
അതിരുകൾക്കതീതമായ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഏഴാമത്തെ മൊഴി. അതിരുകൾക്കതീതമായ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഏഴാമത്തെ മൊഴി എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരിക്കലും അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പ്രത്യുത അതിർവരമ്പുകൾക്കതീതമായിരുന്നു. അതുകൊണ്ടാണ് മന്ദിരത്തിന്റെ തിരശീല രണ്ടായി കീറിയത്. അതുമാത്രമല്ല, കുരിശിന്റെ ചുവട്ടിൽ ശതാധിപന്റെ സാക്ഷ്യം എന്ന് പറയുന്നതും അതുതന്നെയാണ്. വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. മാനവ ജനതയോടുള്ള ഐക്യദാർഢ്യമായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. അത് അതിരുകൾക്ക് ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. അതിരുകൾക്കതീതമായതായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തതും അഞ്ചാമത്തതുമായ സന്ദേശം എന്ന് പറയുന്നത് ക്ഷമയുടെയും കരുതലിന്റെയും പ്രാർത്ഥനയുടെയും മുഖമുദ്രയായിരുന്നു ക്രിസ്തുവിന്റെ ഏഴാമത്തെ മൊഴി. ക്ഷമയുടെയും കരുതലിന്റെയും പ്രാർത്ഥനയുടെയും മുഖമുദ്രയായിരുന്നു ക്രിസ്തുവിന്റെ ഏഴാമത്തെ മൊഴി എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വമായ ക്രൂശിനെ യേശു ജീവന്റെ അടയാളമാക്കി തീർക്കുകയായിരുന്നു. സ്നേഹയാഗത്തിന്റെ പ്രതീകമായി കാൽവരിയിൽ ഉയർന്ന ആ മരക്കുരിശിലാണ് ഓരോ മാനവന്റെയും രക്ഷ എന്ന് പറയുന്നത്. കാരണം ആ കുരിശിൽ ക്ഷമയുണ്ട്, ആ കുരിശിൽ കരുതലുണ്ട്, ആ കുരിശിൽ പ്രാർത്ഥനയുണ്ട്, ആ കുരിശിൽ സഹനത്തിന്റെ പാഠമുണ്ട്, ആ കുരിശിൽ നിത്യജീവന്റെ അനുഭവമുണ്ട്. ഈ ബലിപീഠത്തിലാണ് ക്രിസ്തു തല ചായ്ച്ച് ജീവനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും ജീവിതഗന്ധവും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ക്രൂശിലൂടെയാണ്. ആ ഒരു അനുഭവം ക്രൂശിലൂടെ നമുക്കും സാധ്യമായി തീരാം. ക്രിസ്തു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈകളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ആ ക്രിസ്തുവിന്റെ ഏഴാമത്തെ മൊഴിയിലൂടെ നമുക്ക് സാധ്യമായ എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കും. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ